പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ യാത്ര എത്തി നിൽക്കുന്നത് നിബിഡമായ വനമാണ്. ഇവിടെ ഒരുപാട് നമുക്ക് ഈ ഭൂമി കാണുമ്പോൾ തന്നെ അറിയാം, അല്ലെങ്കിൽ വഴി പാത കാണുമ്പോൾ തന്നെ അറിയാം, ആനയുടെയൊക്കെ ഇത്തിരി പഴക്കമുള്ളതാണെങ്കിലും ആനയുടെയൊക്കെ ഒരുപാട് മോശം അഥവാ ആനപ്പിണ്ടം, മലയാളത്തിൽ ആനപ്പിണ്ടം എന്ന് പറഞ്ഞ സാധനമൊക്കെ ഇവിടെ ഒത്തിരി കിടപ്പുണ്ട്. ഇവിടെ മറ്റ് ഒരുപാട് മൃഗങ്ങൾ, ഞങ്ങളൊരു 4 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ വന്നപ്പോൾ ഒരു കടുവയുടെ കാൽപാദം കാണാൻ കഴിഞ്ഞു. അതുപോലെ കാട്ടുപോത്തിനെ നമുക്ക് തൊട്ടടുത്ത് കാണാൻ കഴിഞ്ഞു, മ്ലാവിനെ കാണാൻ കഴിഞ്ഞു, പിന്നെ തേറ്റയുള്ള പന്നിയെ കാണാൻ കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് ആനിമൽ അല്ലെങ്കിൽ വൈൽഡ് ആനിമൽസുകൾ അല്ലെങ്കിൽ കാട്ടിലെ മൃഗങ്ങളുള്ള സ്ഥലമാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം. എന്നിട്ട് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം, സ്നേക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ലക്ഷ്യം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പിടികൂടിയ നമ്മുടെ അതിഥികളെ, അതിൽ പല തരം അതിഥികളുണ്ട്, അവരെയൊക്കെ അവർക്ക് ജീവിക്കാൻ പറ്റിയ സ്ഥലത്ത് തുറന്നു വിടുക, അല്ലെങ്കിൽ അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് അവരെ തുറന്നു വിടുക എന്നുള്ള ലക്ഷ്യമായിട്ടാണ് സ്നേക് മാസ്റ്റർ ടീം കഴിഞ്ഞ ദിവസം രാവിലെ യാത്ര തിരിച്ചത്. ഇപ്പോൾ അടുത്ത ദിവസം 2ാമത്തെ ദിവസമാണ് ഞങ്ങൾ കാട്ടിലേക്ക് എത്തിയത്. പക്ഷേ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ യാത്ര തിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒട്ടനവധി കോളുകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതെല്ലാം അവരെല്ലാവരെയും പിടികൂടി സേഫായിട്ട് ഭദ്രമായിട്ട് ബോട്ടിൽ അടച്ചു. ഇപ്പോൾ ഇന്നത്തെ ലക്ഷ്യം, ഇന്നത്തെ നമ്മുടെ യാത്ര, നമ്മുടെ പ്രേക്ഷകർക്ക് എപ്പോഴും ഒരു ഡൗട്ട് അല്ലെങ്കിൽ സംശയം ഉണ്ടാകും, ഈ പിടിക്കുന്ന പാമ്പുകളെയൊക്കെ എന്താണ് ചെയ്യുക എന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരെ തുറന്നു വിടുന്ന, അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് വിടുന്ന ആ ഒരു രംഗം കൂടി നമ്മൾ പകർത്തി എടുക്കുകയാണ്. പകർത്തി നിങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പകർത്താൻ വേണ്ടി വന്നതാണ് ഞങ്ങളിവിടെ. എന്തായാലും ഞങ്ങൾ ഇന്നലെ നാട്ടിൽ നിന്ന് തിരിച്ചത് മുതൽ നല്ല മഴയായിരുന്നു. ഇപ്പോൾ എന്തായാലും ഇപ്പോഴും മഴ തന്നെയാണ്. നിങ്ങൾ കാണാം, നമ്മുടെ കോലം, നമ്മുടെ ശരീരമൊക്കെ നനഞ്ഞ്, നമ്മുടെ ഷർട്ടും ഡ്രസ്സെല്ലാം നനഞ്ഞ് നമ്മൾ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. എന്തായാലും നമ്മൾ ഇനി സമയം കളയുന്നില്ല. ഇനി അടുത്ത നല്ല മഴയുടെ പൂരം, നല്ല ശക്തിയേറിയ മഴ ഉണ്ടാകും. കാരണം ശക്തിയേറിയ മഴ കാട്ടിലുണ്ടായിക്കഴിഞ്ഞാൽ അപകടങ്ങൾ പതിയിരിക്കും. കാരണം ശക്തിയേറിയ മഴ ഉണ്ടാകുമ്പോൾ ആന എപ്പോഴും വെളിത്തറയിലേക്ക്, അതായത് കാട്ടിനകത്തു നിന്ന് അവ സേഫായിട്ട് റോഡിലേക്ക് അല്ലെങ്കിൽ വെളും പ്രദേശത്തേക്ക് കയറി നിൽക്കും. അതുപോലെ കാട്ടുപോത്ത് ഉൾവനങ്ങളിൽ നിന്ന് വെളിത്തറ റോഡിലേക്ക് കയറി നിൽക്കും. അപ്പോൾ നമ്മൾ സമയങ്ങളിൽ മഴയ്ക്ക് ശക്തി കൂടുന്നതിന് മുന്നേ നമുക്ക് എന്തായാലും നമ്മുടെ അതിഥികളെ റിലീസ് ചെയ്തിട്ട് നമുക്ക് മടങ്ങിപ്പോകേണ്ടതുണ്ട്. എന്തായാലും സമയങ്ങളിൽ നമുക്ക് അടുത്ത അതിഥിയെ വിടേണ്ട, അല്ലെങ്കിൽ അതിഥിയെ തുറന്നു വേണ്ട സേഫായിട്ട് സ്ഥലത്തേക്ക് യാത്രയാവും. വെറുതെ നല്ല ശക്തിയാവുന്ന മഴയ്ക്ക് എന്തായാലും നമുക്ക് യാത്രയാവും. എന്തായാലും നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഒരു സ്മെല്ല് വരുന്നുണ്ട്. സ്മെല്ലെന്ന് പറയുമ്പോൾ ആനച്ചൂര് എന്ന് പറയും. ആനച്ചൂര്, അതായത് ആന സഞ്ചരിക്കുന്ന പാതകളിൽ അതിൻ്റെ മോഷൻ്റെയൊക്കെ സ്മെല്ല് കാണാം നമുക്ക്. നമ്മൾ പറഞ്ഞ എന്ത് കറക്റ്റാണ് നോക്കൂ. ആനയുടെ പിണ്ടം ഇപ്പം നമ്മുടെ ഈ നടന്നു പോകുന്ന വഴിയിൽ നമ്മൾ സഞ്ചരിക്കുന്ന പിണ്ടം നോക്കൂ. നമുക്ക് കാണാം, ഇപ്പോൾ ഫ്രഷ് പിണ്ടം, അതുണ്ടോ, ഫ്രഷായിട്ടുള്ള പിണ്ടം. ഇത് ഇപ്പോൾ ഏകദേശം മണിക്കൂറുകളായി കാണത്തില്ല. നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ നമുക്ക് താഴെയൊക്കെ എന്തോ ഓടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ സമയം കളഞ്ഞ് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വേറെ നമ്മുടെ ആനയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതിഥി ഉണ്ടോ നോക്കി. ഇത് കണ്ടോ, ഇത് നമുക്ക് കാണാം. ഇത് 1 മണിക്കൂർ പോലും ആയിട്ടില്ല ഈ പിണ്ടം ഈ വഴിയിലിട്ട്. നമുക്ക് എന്തായാലും കുറച്ച് ഉള്ളിലേക്ക് നമ്മുടെ വണ്ടിയിൽ പോകാതെ നടന്നു പോയി നോക്കാം, നമ്മുടെ അതിഥികൾ ആരെങ്കിലും ഈ ഭാഗത്ത് എവിടെയെങ്കിലും നിൽക്കുന്നുണ്ട്. നമുക്ക് സഞ്ചരിക്കാം അങ്ങോട്ട്.
ഇത് നോക്കൂ, നമ്മുടെ യാത്രയിലൊരു പ്രത്യേകത, ഇതൊരു പഴമാണ്. ഈ പഴത്തിൻ്റെ പേര്, ഈ മരത്തിൻ്റെ പേര് മൂട്ടിപ്പഴം എന്നാണ്. മൂട്ടിപ്പഴം എന്നാണ് ഈ പഴത്തിൻ്റെ പേര്. ഇത് നമുക്ക് കാണുന്നത് ഇത് അത്രയും ഈ പഴം ഇഷ്ടപ്പെട്ടത് കരടിക്കാണ്. അടുത്തെവിടെയോ കരടിയുടെ സാന്നിധ്യമുണ്ട്. നമുക്ക് കാണാം, നമുക്ക് അത്രയും ഒരിടത്ത് ഇരുന്ന് പറിച്ച് കഴിച്ചിരിക്കുകയാണ്. അത് കരടിയുടെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് നോക്കാം അതിനകത്ത് എന്താണുള്ളത്. റംബൂട്ടാൻ പോലത്തെ അകത്തൊരു പരിപ്പാണ് ഇതിനകത്തുള്ളത്. ഇത് നമുക്ക് ഇത് എല്ലാവർക്കും പിടിക്കത്തില്ല, ഒരു പുളിപ്പും അങ്ങനെ. പക്ഷേ കരടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനൊക്കെ ഒത്തിരി ഉണ്ട്, കൊലയായിട്ടുണ്ടായിരുന്നു. അതൊക്കെ അത് പറിച്ച് നമുക്ക് കാണാം. കാലിൻ്റെ പാടും നഖത്തിൻ്റെ പാടാണ്, നഖത്തിൻ്റെ പാടം. ഇവിടെയൊക്കെ മുഴുക്ക നഖത്തിൻ്റെ പാടാണ്. ഇത് മുഴുക്ക നഖത്തിൻ്റെ പാടം. ഇവിടെ ഒന്ന് മാർഗത്തിനെ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് പറിച്ച് കഴിക്കാനായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പല നമ്മുടെ ശബരിമല മേഖലകളിലൊക്കെ. അപ്പോൾ ഇത് എന്തായാലും നമ്മളവരെ ശല്യപ്പെടുത്തേണ്ട, ബാക്കിയും കൂടെ അവർ കഴിച്ചിട്ട് നമുക്ക് സ്ഥലം മാറി കൊടുക്കും. എന്തായാലും നമ്മുടെ യാത്ര ഇന്ന് നിബിഡമായ വനമേഖലയിലാണ്. നമ്മൾ ആദ്യം ആ മഴ തുടങ്ങിയപ്പോൾ തന്നെ വന്ന് വനത്തിൻ്റെ അതിർത്തിയിൽ ഇറങ്ങി നമ്മൾ ഏകദേശം ഒരു 5 കിലോമീറ്റർ നടന്നു പോവുകയുണ്ടായി. നമുക്ക് പാമ്പിനെ റിലീസ് അതിനോടൊപ്പം തന്നെ കാട്ടിനകത്തുള്ള ഏതെങ്കിലും മൃഗങ്ങളെ കാണാൻ കഴിയുമോ, അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള ചിന്തയായിരുന്നു ഞങ്ങളുടെ ചിന്ത. എന്നാൽ ഞങ്ങൾ 5 കിലോമീറ്റർ സഞ്ചരിച്ച് ഇപ്പോൾ ഏകദേശം ഞങ്ങൾ 6 മണിയായപ്പോൾ ഇവിടെ എത്തിയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 10 മണി കഴിയുന്നു. ഇന്ന് നമുക്ക് ആ ഒരു മൃഗങ്ങളെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ മറ്റൊരു വനമേഖലയിലേക്ക് പോവുകയാണ്. അവിടെ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കുറേ അതിഥികൾ, അതായത് പെരുമ്പാമ്പ്, അതുപോലെ മൂർഖൻ്റെ കുഞ്ഞ്, മൂർഖൻ്റെ വലുത്, പിന്നെ മൂർഖൻ്റെ ഇടത്തരം, അതുപോലെ അണലി, വലിയ അണലി, അതുപോലെ കുഞ്ഞൻ അണലി, അങ്ങനെ കുറേ അതിഥികളെ നമ്മൾ കാട്ടിലേക്ക് തുറന്നു വിടാനുള്ള ഇതിനേക്കാളും കുറച്ചുകൂടി നിബിഡമായൊരു വനമേഖലയിലേക്ക് നമ്മൾ സഞ്ചരിക്കും. എന്തായാലും ഒരുപാട് മൃഗങ്ങളെ കാണാൻ കഴിയും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ നല്ല മഴയായതുകൊണ്ട് നിങ്ങൾ കാണാൻ കഴിയും, ഞങ്ങളൊക്കെ മഴ നനഞ്ഞ് നിൽക്കുകയാണ്, നന്നായിട്ട് നനഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പോഴും മഴ തോർന്നിട്ടില്ല. രാവിലെ 6 മണിക്ക് ഒക്കെ ഇന്നലെ തുടങ്ങിയ മഴയാണ്, ഇതുവരെ തോർന്നിട്ടില്ല. നമ്മൾ പിടികൂടിയ പാമ്പുകളെ റിലീസ് ചെയ്യുന്നത്. കാരണം നമ്മളിനി മറ്റുള്ള യാത്രകൾ, നമ്മൾ വേറെ ഒരുപാട് യാത്ര ചെയ്യണം, വേറെ ആനിമൽസിനെയൊക്കെ കാണിക്കണം, അല്ലെങ്കിൽ തേടി പിടിക്കണമെന്നൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും അതിന് മുതിരുന്നില്ല. കാരണം മഴ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്നും നാളെയൊന്നും മഴ തോരുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാം, നമ്മുടെ പ്രേക്ഷകർക്ക് കാണാൻ ഇതൊരു നിബിഡമായ വനമാണ്. ഇവിടെ ഒരിക്കലും ആൾ വരുന്ന സ്ഥലമോ അല്ലെങ്കിൽ മറ്റ് താമസക്കാരുള്ള സ്ഥലമൊന്നുമല്ല. ഒരിക്കലും ആളുകൾക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ഏരിയയാണ് ഇത്. ഇവിടെ ഫോറസ്റ്റിൻ്റെ ഓഫീസർമാർ മാത്രമേ ഈ ഏരിയയിൽ ഇൻസ്പെക്ഷന് വേണ്ടി വരാറുള്ളൂ, ബാക്കി ആരും ഈ ഏരിയയിൽ വരാറില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ കൊണ്ടുവന്ന, നമ്മൾ പല സ്ഥലത്ത് നിന്ന്, പല വീടുകളിൽ നിന്ന് പിടികൂടി കൊണ്ടുവന്ന നമ്മുടെ അതിഥികളിൽ ഒരു സെറ്റ് ആൾക്കാരെ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക്, നിങ്ങളുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിനെ തുറന്നു വിടാനായി നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തും. നമുക്ക് കാണാം അതിൽ എത്ര പേരുണ്ടെന്നും എത്ര പേര് അഗ്രസീവ് ആണെന്നും എത്ര പേര് പത്തിയെടുത്ത് നിൽക്കുന്നുണ്ടെന്നൊക്കെ നമുക്ക് കാണാം. നമ്മുടെ ഒരു കുഞ്ഞ് ചാക്കിൽ കുറച്ച് അതിഥികളെ നമുക്ക് പരിചയപ്പെടാം. നമ്മളെന്തായാലും ചാക്കഴിച്ച് ചാക്കിനകത്ത് എല്ലാവരും എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഉറങ്ങുകയാണോ അതെ റെസ്റ്റ് എടുക്കുകയാണെന്ന് ആദ്യം നോക്കട്ടെ. വിഷപ്പാമ്പുകളുടെ വർഗത്തിൽ ഏറ്റവും പ്രധാനിയായി അറിയപ്പെടുന്ന ഒരു ഇനമാണ് മൂർഖൻ അഥവാ സർപ്പം. നമ്മുടെ നാട്ടിൽ സാധാരണയായി ഇതിനെ കണ്ടുവരുന്നു. പുല്ലാനി, നല്ല പാമ്പ്,
പത്തിക്കാരൻ എന്നീ പേരുകളിൽ മൂർഖൻ പാമ്പുകളെ നമ്മുടെ നാട്ടിൽ അറിയപ്പെടാറുണ്ട്. സാധാരണയായി ഇവയ്ക്ക് 1 മീറ്റർ നീളവും കൈത്തണ്ടയുടെ വണ്ണവുമാണ് ഉണ്ടാകാറുള്ളത്. മൂർഖൻ പാമ്പുകളെ മഞ്ഞ, കറുപ്പ് നിറങ്ങളിൽ കണ്ടുവരാറുണ്ട്. സാധാരണയായി കുറ്റിക്കാടുകളിൽ കണ്ടുവരുന്നവയ്ക്ക് കറുപ്പ് നിറവും പുൽപ്രദേശങ്ങളിൽ കണ്ടുവരുന്നവ മഞ്ഞ നിറത്തിലും കാണപ്പെടുന്നു. ഈ നിറവ്യത്യാസം ഇവയുടെ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമാണെന്നും വ്യാഖ്യാനമുണ്ട്. കീരി, പരുന്ത്, കഴുകന്മാർ ഇവയുടെ പ്രധാന എതിരാളികൾ ഇവയാണ്. മൂർഖൻ പാമ്പുകളെ നമുക്ക് വേഗത്തിൽ തിരിച്ചറിയാൻ സാധിക്കുന്നത് ഇവയുടെ ഭണത്തിലൂടെയാണ്. മൂർഖന്റെ ഭണം വൃത്താകൃതിയും കൂടാതെ പത്തിയുടെ മുൻഭാഗത്ത് 2 കറുത്ത പൊട്ടുകളും പിൻഭാഗത്ത് 2 കറുത്ത പൊട്ടുകളും ഒരു വലയത്തിൽ ബന്ധിക്കപ്പെടും വിധം കാണപ്പെടുന്നു. ഇതൊരു കണ്ണടയുടെ അടയാളത്തിൽ ആയിരിക്കും. വാരിയെല്ലുകൾ വികസിപ്പിച്ചാണ് ഇവ ഭണം വിടർത്തുന്നത്. ഭണം വിടർത്തി നിൽക്കുന്ന മൂർഖൻ പാമ്പിനെ എത്ര ധൈര്യമുള്ളവർ പോലും ഒന്ന് നോക്കിപ്പോകും. കാരണം അത്രയ്ക്ക് ഭംഗിയാണ് അതിനെ കാണുവാൻ. ഭണം വിടർത്തി നിൽക്കുന്ന മൂർഖൻ ഒരു പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാറുണ്ട്. ഭണം വിടർത്തുന്നത് ശത്രുക്കളെ ഭയപ്പെടുത്തുവാനുള്ള മൂർഖൻ പാമ്പുകളുടെ തന്ത്രമാണ്. മനുഷ്യവാസം തീരെ ഇഷ്ടപ്പെടാത്ത മൂർഖന്മാർ മനുഷ്യരെ കാണുമ്പോൾ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുക. പൊതുവെ ഇവയുടെ വാസകേന്ദ്രങ്ങൾ നെൽപ്പാടങ്ങൾ, പാറക്കൂട്ടങ്ങൾ, കാട്ടുപ്രദേശങ്ങൾ, റബ്ബർ തോട്ടങ്ങൾ എന്നിവയിലാണ്. സാധാരണഗതിയിൽ മൂർഖന്മാർ രാത്രിയിലും പകലും ഇര തേടി ഇറങ്ങാറുണ്ട്. ഇവയുടെ ഇഷ്ട ആഹാരം തവള, എലി, ഓന്ത് തുടങ്ങിയവയാണ്. ചില സാഹചര്യങ്ങളിൽ ഇവ മറ്റു പാമ്പുകളെ ഇരയാക്കാറുണ്ട്. മൂർഖൻ പാമ്പുകൾ ജനുവരി മാസങ്ങളിലാണ് ഇണചേരുന്നത്. ഏപ്രിൽ, മാർച്ച് മാസങ്ങളിൽ മുട്ടയിടാൻ ആരംഭിക്കുന്നു. ഒരേ സമയം 15 മുതൽ 30 വരെ മുട്ടകൾ ഇടാറുണ്ട്. 2 മാസം അടയിരുന്നാണ് മുട്ട വിരിയിക്കുന്നത്. മൂർഖൻ പാമ്പുകളുടെ വിഷം വളരെ ശക്തിയേറിയതും മനുഷ്യ ശരീരത്തിലെ നാഡീവ്യൂഹ വ്യവസ്ഥയെ ബാധിക്കുന്നതുമാണ്. ഇതിലൂടെ നമ്മുടെ ഞരമ്പുകളെ തളർത്തുകയും രക്തം കട്ടപിടിക്കുകയും ചെയ്യുന്നു. ആയതിനാൽ മൂർഖന്റെ വിഷമേറ്റയാളെ ഉടനടി ചികിത്സയ്ക്ക് വിധേയമാക്കിയില്ലെങ്കിൽ മരണം തന്നെ സംഭവിക്കും. നമ്മളെന്തായാലും നമ്മുടെ രണ്ടാമത്തെ ഘട്ടം നമ്മൾ ഒരിക്കലും പരാജയപ്പെട്ടില്ല. കാരണം നമ്മളൊരു കുറേ അതിഥികളെ കൊണ്ടുവന്നു, അവരെ തുറന്നു വിട്ടു ഉടനെ കുറേ പേര് ഓടി എങ്ങോട്ടൊക്കെ പോയി. കുറേ ഓടിയെന്ന് പറയുമ്പോൾ ഓടിയാണെങ്കിൽ കൈകാലുണ്ടെങ്കിൽ ഉള്ളവർക്ക് ഓടാൻ കഴിയും. പക്ഷേ കൈകാലില്ലാത്ത ഇവർ പെട്ടെന്ന് എഴഞ്ഞ് ഏതൊക്കെ മേഖലകളിൽ പോയിട്ടുണ്ട്. നമ്മൾ ബാക്കി 8 പേരെ ഒരാൾ ഉറങ്ങുന്നു, ബാക്കി 7 പേരെ നമ്മൾ നല്ല അഗ്രസീവായി ഇവിടെ നിർത്തിയിരിക്കുന്നു. നിൽക്കണം നമ്മുടെ പ്രേക്ഷകർക്കാണ് ഒരു കുഴപ്പമില്ല. നല്ല ഫുൾ അഗ്രസീവ്, ഫുൾ ആരോഗ്യവാന്മാരായ 7 അതിഥികളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു പ്രശ്നമില്ല. ബാക്കി ഒരുപാട് പേര്, ഒത്തിരി പേരുണ്ട്. അവരിപ്പോൾ നമ്മുടെ കാൽപ്പാകത്തിൻ്റെ അടുത്തോ, നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഓഫീസർമാരുടെ കാലിൻ്റെ അടുത്തോ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡ്യൂസറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ക്യാമറമാൻ്റെ കാലിൻ്റെ അടുത്തേക്ക് വന്ന സംഭവങ്ങൾ നമ്മൾ തുറന്നു വിട്ടുതന്നെ അത് ഓടി അവരുടെ അടുത്തേക്കൊക്കെ പോയി. പക്ഷേ അവർ പെട്ടെന്ന് മാറുകയും നമ്മളതിനെ എടുത്ത് മാറ്റുകയും ചെയ്തു. നമുക്കാണ് ഇവരൊക്കെ ഇത് ഒരാളിരിക്കുന്നു, അദ്ദേഹത്തിന് ചട്ടപ്പൊഴിക്കാറായി. ഇദ്ദേഹം നല്ല അഗ്രസീവാണ്. ഇവരൊക്കെ നല്ല അഗ്രസീവായിരിക്കുന്നു. അതുകൊണ്ട് ഇവരെല്ലാം ഇതിൽ കൂടുതൽ ആൾക്കാരും 3 ഫീമെയിൽ മാത്രമേ ഉള്ളൂ. 3-4 ഫീമെയിൽ, ബാക്കി 3 പേര് മെയിൽ. ഇദ്ദേഹം മെയിലാണ്, അദ്ദേഹം മെയിലാണ്, ഇദ്ദേഹം മെയിലാണ്. ബാക്കി 4 പേര് ഫീമെയിൽ. എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ഇത്രയും നമ്മൾ കാട്ടിലേക്ക് തുറന്നു വിടുന്ന പാമ്പുകൾ ഇത്രയും പേര് ഇങ്ങനെ പത്തിയെടുത്ത് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ സാധാരണഗതിയിൽ പാമ്പുകളെ കൊണ്ടുവന്ന് ചാക്കഴിച്ച് ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് അങ്ങ് തുറന്നു വിടുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയാണെങ്കിൽ പോലും നമ്മൾ ഇവരെ അധികം ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. ഈ 7 ആരോഗ്യവാന്മാരായ നമ്മുടെ സർപ്പങ്ങളെ അല്ലെങ്കിൽ നാഗങ്ങളെ നമ്മൾ കാട്ടിലേക്ക് തുറന്നു വിടുകയാണ്. അദ്ദേഹം എവിടെയെങ്കിലും പോയി നന്നായിട്ട് ജീവിക്കട്ടെ.
എന്തായാലും നമ്മുടെ ഇന്നത്തെ യാത്ര നനഞ്ഞ യാത്രയാണ്. ഞങ്ങൾ സ്നേക് മാസ്റ്റർ ടീമും നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഓഫീസർമാരൊക്കെ ഇന്ന് നനഞ്ഞ യാത്ര ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയാണ്. ഈ നമ്മൾ നാട്ടിൽ നിന്ന് പിടിക്കുന്ന അതിഥികളെയൊക്കെ സുരക്ഷിതമായിട്ട് വിടാനായിട്ട് പോകുന്നു. ഞങ്ങൾ സുരക്ഷിതമായിട്ട് കുറേ വലിയ അതിഥികളെ വിട്ടപ്പോൾ ഒരു അതിഥി ഓടിപ്പോയി ഞങ്ങളുടെ വാഹനത്തിൻ്റെ, അത് കേരള കൗമുദിയുടെ വാഹനത്തിൻ്റെ അടിയിൽ എഞ്ചിനകത്ത് കയറിയിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിനെ ഇറക്കണം. താഴോട്ട് ശ്രദ്ധിച്ചോണം. ഇപ്പോൾ ഇവിടെ ഒരു 50 ശേഷം 70ഓളം അതിഥികളെ നമ്മളിവിടെ വിട്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ചുകൂടി ഉള്ളിലേക്ക്, കുറച്ച് മഴയായതുകൊണ്ട് നമുക്ക് എന്തായാലും കുറച്ചുകൂടി ഉള്ളിലേക്ക് പോകാൻ കഷ്ടമാണ്. എന്നാലും കുറച്ചുകൂടെ ഉള്ളിലേക്ക് നമുക്ക് പോയി ബാക്കിയുള്ള ഇനിയും അതിഥികൾ, പെരുമ്പാമ്പ് അതിഥികളുണ്ട്, അണലി അതിഥികളുണ്ട്, അവർ വേറെയും കുറച്ച് മൂർഖൻ അതിഥികളുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്ത് പോയി ആ മറ്റ് അതിഥികളെ തുറന്നു വിടാം. അതിനുശേഷം നമ്മുടെ ഓഫീസർമാരൊക്കെ നമ്മളെ സഹായിക്കാനായി എത്തിയ നമ്മുടെ ഓഫീസർമാരൊക്കെ മഴ നനഞ്ഞൊരു പരുവമായിട്ടുണ്ട്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ പ്രേക്ഷകർക്ക് അത്ഭുതവും കൗതുകവും ഒരിക്കൽ കൂടി ഒരുക്കി വാവാ സുരേഷിനൊപ്പം കൗമുദി TV സംഘം പകർത്തിയ അതിസാഹസിക മുഹൂർത്തങ്ങൾ. കാത്തിരുന്നു കാണുക സ്നേക് മാസ്റ്റർ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ: kaumudi.tvsnakemaster@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.